ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇപ്പോൾ 1:47 രാത്രി 1:47 സാധാരണ ഞാൻ 11:30 11 മണിയോട് കൂടിയിട്ട് ഉറങ്ങണതാണ്. പക്ഷെ ഇന്ന് ഉറക്കം തീരെ വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. കാരണം ഞാൻ ഈ വീഡിയോ നാളെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതെന്തായാലും ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി എങ്ങനെയായിരുന്നു, പിന്നെ അതുപോലെ എന്താണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് നമ്മളിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതിനാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയാം. അത് പലർക്കും പല ഗോൾസ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എൻ്റെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്പിരിച്വൽ ഗോൾസ്. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രോപ്പർ വർക്കൗട്ടും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈറ്റിങ്, അതായത് നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ള കുറേ ഗോൾസൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഫോക്കസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ ഗോൾസിൽ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു മുസ്ലിം എന്ന രീതിയിൽ എനിക്ക് നിസ്കാരം പ്രോപ്പറാക്കണം. അപ്പോൾ പല സമയത്തും നിസ്കാരങ്ങളൊന്നും പ്രോപ്പറാക്കാണ്ട് ഇപ്പോൾ പഴയ ഒരു വെർഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഞാൻ നിസ്കരിക്കാണ്ട് ഒരുപാട് സമയങ്ങൾ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിസ്കാരങ്ങളൊന്നും പ്രോപ്പറായിരുന്നില്ല. പിന്നെ അതുപോലെ ഖുർആൻ ഓതൽ കാര്യങ്ങൾ അതൊന്നും പ്രോപ്പറായിരുന്നില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഞാനെല്ലാം പ്രോപ്പറാക്കി കൊണ്ടുവരുന്നുണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് എൻ്റെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ഗോൾസും. അതിൽ കൂടെ എങ്ങനെ നമ്മൾ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അവരുടെ ലൈഫ് ഗോൾസ് എന്ന് പറയുന്നത് പലതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കണം, പിന്നെ അതുപോലെ ചിലർക്ക് ഫിറ്റ്നസ് ഗോൾസ് ഉണ്ടാവും, പിന്നെ ഫാമിലി ഗോൾസ്, റിലേഷൻഷിപ്പ് ഗോൾസ്, ഇതെല്ലാതും ഉണ്ടാവും. എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എപ്പോഴും പറയാം, ലൈഫിൽ എപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ലോക്ക് സ്ക്രീനിൽ തന്നെ എൻ്റെ ഗോൾസാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. കാരണം എപ്പോഴും എൻ്റെ ഗോൾസ് എനിക്ക് എപ്പോഴും കാണണം എന്നുള്ള രീതിയിൽ, അതായത് ഫോൺ എപ്പോഴും എടുത്താലും ഞാൻ ആദ്യം എൻ്റെ ലൈഫ് ഗോൾസാണ് കാണുന്നത്. അതായത് ഈ ഒരു വർഷത്തേക്ക് എന്തൊക്കെ ഗോൾസാണ് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതാണ് ഞാൻ എൻ്റെ വാൾപേപ്പറാക്കി ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗോൾസിന് ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് എഴുതി വെച്ചിട്ടായാലും ശരി, അത് നമ്മൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബ്രെയിനിലേക്ക് അതൊരു ഒരു ഇൻഫർമേഷൻ നമ്മളുടെ ബ്രെയിനിലേക്ക് കൊടുക്കും. അപ്പോൾ എപ്പോഴും ലൈഫിൽ ഗോൾസ് ഫോക്കസ് ചെയ്യണം. എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2022 ഒക്ടോബറിലാണ്. പ്രോപ്പറായിട്ട് ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇറങ്ങാൻ മീൻസ് ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഗോൾസ് സെറ്റ് ചെയ്യാനും അതുപോലെ ലൈഫിലൊരു പർപ്പസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് ഞാൻ ഏകദേശം ഒരു ഒക്ടോബറോട് കൂടിയിട്ട്, ലാസ്റ്റ് ഇയർ ഒക്ടോബറോട് കൂടിയിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 9 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ മൈൻഡ് സെറ്റാണ് ആദ്യം റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ എല്ലാ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2022 ഒക്ടോബറാണ്. അതായത് ഞാൻ നാട്ടിൽ ഞാൻ പോയി തിരിച്ച് UK വന്നിട്ടുള്ളത്, അതായത് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നത് 2022 ഒക്ടോബറിലാണ്. ഒക്ടോബറിൽ ആ സമയത്ത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ അതിന് മുന്നേ സാധാ ഒരു UK വന്നു, പഠിക്കാൻ വേണ്ടി വന്നു, പഠിച്ചു. പിന്നെ അതുപോലെ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പറയുകയെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഇൻകം ഏൺ ചെയ്യുക. എല്ലാവരും ഇപ്പോൾ UK വന്നിട്ട് ഈ ഇൻകം, അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കുറേ പേര് വരുന്നതൊക്കെ. ഞാൻ വരുമ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു. ഞാൻ ഇത്ര UK നിൽക്കുന്നു എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ വരുമ്പോഴും എൻ്റെ മനസ്സിൽ 2 വർഷം കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് കഴിയുക. ആ സമയത്തൊന്നും സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോഴ്സ് കഴിയുക, തിരിച്ച് നാട്ടിൽ പോകാമെന്നായിരുന്നു എൻ്റെ ആ സമയത്ത് ഒരു മൈൻഡ് സെറ്റ്. പിന്നീട് അതൊക്കെ മാറി സ്റ്റേ ബാക്കും കാര്യങ്ങളും വന്നു. അപ്പോൾ അതിലേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. അങ്ങനെ അവസാനം ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് കല്യാണം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒക്ടോബർ UK തിരിച്ചെത്തി. അപ്പോൾ ആ സമയത്ത് ജോലി റിസൈൻ ചെയ്ത കാരണം വന്ന സമയത്തൊക്കെ ഞാൻ കുറച്ച് ഒന്ന് സ്ട്രഗിളായത് മീൻസ് ജോലി കുറേ നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ സാധാരണ നമ്മളിങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആൻഡ്രൂ ടേറ്റിൻ്റെ ഒരു പോഡ്കാസ്റ്റ് കണ്ടു. അപ്പോൾ അതാണ് ഞാനിപ്പോഴും വിശ്വസിക്കുക, എന്നെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് മാറ്റി ഒരു ലൈഫിലൊരു ചേഞ്ച് കൊണ്ടു തന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ ആണ്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ
1.5-2 മണിക്കൂറോളം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ. ഞാനങ്ങനെ യൂട്യൂബിൽ അങ്ങനെ അത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോസൊന്നും കാണില്ല. ആ സമയത്തൊക്കെ സാധാ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ യൂട്യൂബിനകത്താക്കി എന്നല്ലാണ്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ യൂട്യൂബ് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ ആൻഡ്രൂ ടേറ്റിൻ്റെ വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു വീഡിയോ കണ്ടപ്പോഴും എനിക്ക് പലതും മനസ്സിലായി, എന്താ റിയൽ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ മൂപ്പര് പറയുന്നത് കാര്യങ്ങളിൽ കുറേയൊക്കെ ശരിയുണ്ടെന്നും എനിക്ക് തോന്നി. പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് മൂപ്പരെ വീഡിയോസൊക്കെ ഞാനിരുന്ന് കണ്ടു, ഒരുപാട് വീഡിയോസ് കണ്ടു. പിന്നീട് വേറെ കുറേ യൂട്യൂബേഴ്സ് അങ്ങനെ കണ്ടു തുടങ്ങി. ആ ഒരു സമയം തൊട്ടിട്ട് തന്നെ ഞാൻ പോഡ്കാസ്റ്റിലേക്ക് കുറേ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞു. പിന്നീട് എൻ്റെ വൈഫ് ഇവിടെ വന്നു. അപ്പോൾ വൈഫ് വന്നേ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. എസെക്സ് യൂണിവേഴ്സിറ്റി ഓഫ് എസെക്സിലാണ് വൈഫ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ജനുവരിയിൽ പുതിയ ജോബും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ആ ഒരു വഴിക്ക് അങ്ങനെ പോയെങ്കിലും ഞാൻ പോഡ്കാസ്റ്റ് തീരെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും പോഡ്കാസ്റ്റുകൾ കേട്ടുകൊണ്ടിരുന്നിരുന്നു. കാരണം എന്തോ അതെനിക്കൊരു ക്ലിക്കായി തോന്നിയത്. പല കാര്യങ്ങളും ലൈഫിൽ എനിക്ക് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് തീരെ വിടാൻ തോന്നിയിരുന്നില്ല. ഞാൻ സാധാരണ ആർക്കും അങ്ങനെ ഇപ്പോൾ ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊന്നും കാണൽ ഇഷ്ടമുണ്ടാവലില്ല. അങ്ങനെ എനിക്കും ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഇതെന്തോ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ കൂടുതലും പോഡ്കാസ്റ്റിലേക്ക് ഞാൻ ഇറങ്ങി തുടങ്ങി. അങ്ങനെ പുതിയ ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങി. ഹംസ, പിന്നെ അതുപോലെ തന്നെ അലക്സ് ഹെർമോസി, അതൊക്കെ കുറേ ഈ പറഞ്ഞ പോലെ ഓൺട്രപ്രണർ ആ ഒരു സെറ്റപ്പിലേക്കുള്ള പോഡ്കാസ്റ്റുകളായിരുന്നു കൂടുതലും കേട്ടിരുന്നത്. അങ്ങനെ അവസാനം ആൻഡ്രൂ ടേറ്റിൻ്റെ ഒരു റിയൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ അതിൽ ജോയിൻ ചെയ്തു മന്ത്ലി ഒരു 35-40 പൗണ്ടിൻ്റെ അടുത്താണ് മന്ത്ലി വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ലൈക്ക് എന്താ പറയുക, ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അതുപോലെ ഇൻവെസ്റ്റിംഗ്, ക്രിപ്റ്റോ, പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ, ഇതെല്ലാം അതിൽ നിന്ന് തന്നെ പഠിച്ചു. അത് ആ ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും അടിപൊളി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ബിഗിനർ സ്റ്റേജ് എന്നല്ലെങ്കിലും ഇപ്പോഴും അതിലൊരുപാട് പേരുണ്ട്. എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗിനറായിട്ടുള്ള ഞാൻ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഒരുപാട് പേരെ വിൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ആവും. കാരണം ഒരുപാട് ഈവൻ 18-16 വയസ്സായിട്ടുള്ള പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോപ്പ് ഷിപ്പും കാര്യങ്ങളും ചെയ്ത് അവരൊരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിക്കാത്ത കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഒരുപാട് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇപ്പോഴും ഏൺ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ അവരെ എന്തെങ്കിലും ഒരു സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് എന്താ പറയുക, എനിക്കൊരു നല്ലൊരു മൈൻഡ് സെറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് കുറച്ച് കാലം ചെയ്തു. പിന്നെ അതുപോലെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഫോക്കസ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു റെഗുലറായിട്ട് ഇൻകം ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് ഞാൻ ഇൻവെസ്റ്റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു. ക്രിപ്റ്റോസ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിങ് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. നാട്ടിലായാലും ഇവിടെ ആയാലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യലുണ്ട്. പിന്നെ ഒരു സമയമായപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കൂടുതലും ഫോക്കസ് കൊടുത്തത്. അങ്ങനെയാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. സോഷ്യൽ മീഡിയാസിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഫോക്കസ് വന്ന സമയത്തോടുകൂടി എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയാസ് എല്ലാം ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും ഞാൻ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു നീഷിലേക്ക് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പതുക്കെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്നേ വരെ ക്യാമറയുടെ മുന്നിലൊന്നും ഇരുന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പ്രോപ്പറായിട്ടല്ല സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരുത്താനുണ്ട്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്കില്ലാണ്. അതിപ്പോഴും ഞാൻ പറയാം, അതൊരു സ്കില്ലാണ്, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അല്ലെങ്കിൽ ചെയ്തിട്ട് തന്നെ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നേ വരെ എവിടെ ഞാൻ ഒരു 10 ആൾക്കാരുടെ മുന്നിലോ ഒരു 20 ആൾക്കാരുടെ മുന്നിലോ ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുന്നത് ഞാനൊരു യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇറങ്ങി. അതിപ്പോഴും ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഒരു നല്ലൊരു ഡിസിഷനാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു സ്കില്ലാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നതും. ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയാനുള്ളത്. പലർക്കും പല ജേണീസാവും ഉണ്ടാവുക, പല ലൈഫിൽ ഒരുപാട് സ്റ്റോറീസ് പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു സ്റ്റോറി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ സ്റ്റോറി പറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ 2 വർഷം മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഏത് സ്റ്റേജിലാണ് നിൽക്കണമെന്ന് എനിക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ
എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ ഒരുപാട് അപ്ഗ്രേഡ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും പലരുടെ ലൈഫിലും അത് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതുള്ളൂ. ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മളത് പുറത്തേക്ക് ഇറങ്ങണം. കറക്റ്റ് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് നമ്മളിപ്പോൾ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സംഭവം. പലപ്പോഴും നമുക്കത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ സാധാ ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ വീഡിയോസും അങ്ങനെ കാണുക, അത് സ്കിപ്പ് ചെയ്ത് പോണ്, അത് എടുക്കാനുള്ള ഓരോരുത്തരുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഞാനിപ്പോഴാണ് അത് മനസ്സിലാക്കുക. കാരണം ഞാൻ ഈ ഒരു സ്റ്റേജിലെത്തി, ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു എഫേർട്ട് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഫീൽ അറിയുന്നത്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതെന്താണെന്നെങ്കിലും അറിയണം. കാരണം ലൈഫിൽ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുന്നതും അതിലേക്ക് നമ്മളെ അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന പല കാര്യങ്ങളും പല തീരുമാനങ്ങളും അതൊക്കെ ഭയങ്കര ഒരു രസമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നത് ചില ഏജസിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല, പല ഏജസിലും ചെയ്യാൻ പറ്റില്ല, അതെന്താ പല ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു 18 അല്ലെങ്കിൽ ഒരു 19 വയസ്സ് തൊട്ടിട്ട് ഒരു 22, 23 അത് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം പീരീഡാണ്. കാരണം ആ ഒരു ടൈം പീരീഡിലൊന്നും അത്യാവശ്യം നമുക്ക് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും ഇവിടെ നിൽക്കുന്നവരാണെങ്കിലും, നാട്ടിൽ നിൽക്കുന്നവരെ പ്രത്യേകിച്ച് എന്താ പറയുക, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ തീരെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലായിരിക്കും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമുക്ക് ഫുഡായാലും നമുക്ക് കുക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലാണ് കുറച്ച് കൂടുതൽ എന്താ പറയുക വർക്കും കാര്യങ്ങളും, പിന്നെ അതുപോലെ കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, കാര്യങ്ങളെല്ലാതും വരും. പക്ഷെ നാട്ടിലാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കറക്റ്റായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നമ്മളെ ലൈഫിൽ എന്താ പ്രോപ്പർ ഗോൾസ് സെറ്റ് ചെയ്യുക, ആ ഗോൾസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫസ്റ്റായിട്ട് എന്താ പറയുക, ഞാൻ എപ്പോഴും പറയാം ദീനിനെ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ നിസ്കാരം പ്രോപ്പറാക്കണം. ഞാൻ ഈവൻ എൻ്റെ ബ്രദറിനോട് പോലും ഞാൻ പറയാം നിസ്കാരം പ്രോപ്പറാക്കണം എന്നാണ്. കാരണം നമുക്കത് വിട്ടിട്ടില്ലാണ്ട് അതാണ് മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പിന്നീടാണ് നമ്മുടെ ലൈഫിലുള്ള ഗോൾസും. അത് വേണം അത് വേണ്ടെന്നല്ല, പക്ഷേ എപ്പോഴും ലൈഫിൽ ദീനിനെ ഫോക്കസ് ചെയ്യുക, നമ്മളുടെ നിസ്കാരവും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഖുറാൻ ഓത്ത് കാര്യങ്ങളെല്ലാതും മാക്സിമം ഡെയിലി നിങ്ങൾ ഓതാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെങ്കിലും പറ്റും. പക്ഷെ അതൊരു എന്താ പറയുക മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ യൂട്യൂബാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങളുടെ യൂട്യൂബ് കരിയർ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പലരും യൂട്യൂബ് കരിയർ ഇപ്പോൾ പണ്ടത്തെ പോലെ എന്താ പറയുക നമ്മളൊരു പ്രോപ്പർ ജോലിക്ക് പോയി അതല്ല, ഇപ്പോൾ കൂടുതലും ഒരു ഡിജിറ്റൽ വേൾഡിലേക്കാണ് കടന്നു വരുന്നത്. അതായത് നമ്മളെന്തെങ്കിലും ഒരു ഡിജിറ്റൽ സ്കില്ലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ കാര്യങ്ങളും വർക്കും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ബയോഡാറ്റ അല്ലെങ്കിൽ ഒരു CV ആണത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യുക. എപ്പോഴും നമുക്ക് ക്വാളിറ്റിക്ക് വേണ്ടി കാത്തിരിക്കരുത്. എൻ്റെ ഒക്കെ ഫസ്റ്റ് മിസ്റ്റേക്കാണെന്ന് ഞാൻ എപ്പോഴും നല്ല വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ നല്ല ആംബിയൻസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസ് എടുക്കണം, നന്നായി സംസാരിക്കാൻ പറ്റണം. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് പറ്റിയിട്ടില്ല. പിന്നീടാണ് മനസ്സിലായത് ആ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞതാണ്. അത് നമ്മൾ സംസാരിച്ച് ഇപ്പോൾ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അത് പഠിച്ചു വരണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിച്ച് മാത്രമേ അത് ഇമ്പ്രൂവ് ആയി വരുള്ളൂ. അപ്പോൾ ലൈഫിൽ ഗോൾസുകൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എന്തായാലും അതിലേക്ക് എത്തിപ്പെടും. കുറച്ച് സമയം എടുത്തിട്ടാണ്. ഇതിനെല്ലാത്തിനും സമയം മസ്റ്റാണ്. കാരണം നമ്മൾ ഇന്ന് ചെയ്ത് നാളെ ഇതിന് റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മാക്സിമം ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് എത്തും.